കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോടോ വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. അനന്യാസിനെ സഫീറയുടെയും ഒരു ചരിത്രം അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം വായിക്കുവാൻ കാണാൻ കഴിയും. അവർക്കൊരു നിലമുണ്ടായിരുന്നു. അവർ അത് വിറ്റ് ഭാര്യയുടെയും ഭർത്താവിൻ്റെ അറിവോടെ അതേ കുറെ എടുത്തു വെച്ചിട്ട് ഒരംശമായി ആമേ പത്രോസിൻ്റെ അരികിൽ വന്നു. പത്രോസ് അനന്യാസ് ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, അനന്യാസേ, ആമേ സ്തോത്രം, ആമേ നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാൻ സാത്താൻ നിൻ്റെ ഹൃദയത്തെ വശീകരിച്ചതെന്ത്? ആ ചോദ്യത്തിന് മുമ്പിൽ എന്താണ് സംഭവിച്ചത്? അനന്യാസ് വീണ് പ്രാണനെ വിട്ടു എന്നുള്ളതാണ്. അല്പം സമയം കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും അവിടെ വന്നു. പത്രോസ് ഇതേ ചോദ്യം തന്നെ ചോദിച്ചപ്പോൾ അവൻ്റെ ഭാര്യയും അവിടെ വീണ് മരിച്ചു എന്നുള്ളതാണ്. ഞാനത് പറയാൻ കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചത് അത് അവരുടെ ജീവിതത്തിൽ ശാപമായി മാറി, അത് പാപമായി മാറി. ആ പാപം എന്ത് ചെയ്തു? അവരെ മരണത്തിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ പാപം, ശാപം എന്നൊക്കെ പറയുന്നത്, ബന്ധനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ വരുത്തി വെക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഫേസ്യ ലേഖനം 4:30 വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ പാപമായി ശാപമായി മാറും. അതുകൊണ്ട് നാം ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുവാൻ അനന്യാസിനെയും സഫീറയെയും നമുക്കൊരു മാതൃകയായിട്ട് വേദപുസ്തകം തരികയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിൻ്റെ ജീവിതത്തിനകത്തെ കഷ്ടതകൾ നിനക്ക് തന്നെ അറിയാം. പല ആളുകളും എന്നോട് പറയുന്നത്, പാസ്റ്റേ, കുടുംബത്തിനകത്ത് ഭയങ്കര ശാപമാണ്, ബന്ധനമാണ്, ഉയർച്ചയില്ല, ജോലിയില്ല, ഉയരാൻ പറ്റുന്നില്ല, കടങ്ങളാണ്, ബാധ്യതകളാണ്, ആമേ മരണത്തിൻ്റെ അനുഭവത്തിൽ എത്തി നിൽക്കുക എന്നൊക്കെ പറയും. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്? നിങ്ങൾ ആ അനുഭവത്തിലൂടെ കടന്നു പോകാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ സംസാരം കൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ നിരൂപണങ്ങളിൽ, ആമേ കൊടുക്കലിലും വാങ്ങലിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ശാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയെ നിങ്ങൾ ഏറ്റുപറയുവാൻ തയ്യാറാകണം. ആമേ ചെറിയ ചെറിയ മോഷണം പോലും അത് ശാപമായി മാറും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, യുവതി, യുവാവേ, കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് നീ ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിച്ചാൽ ഒരിക്കലും നിനക്ക് ജീവിതത്തിൽ ഒരു മുന്നേറ്റം കാണുവാൻ, ഒരു വിജയം കാണാൻ കഴിയില്ല. അതുകൊണ്ട് വിജയസാധ്യത മുഴുവൻ നഷ്ടപ്പെട്ട നിരാശയുടെ സങ്കടത്തിൻ്റെ നടുവിലൂടെ ഹല്ലേലൂയ കടന്നു പോകുന്ന സ്നേഹിത, ഇന്ന് പകൽ നിൻ്റെ കുറവുകളെല്ലാം ഒന്ന് ഏറ്റു പറഞ്ഞ് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന ദുർമന്ത്രവാദ സേവകൾ, ദുർഭൂതാരാധന ശക്തികൾ, ആഭിചാര മന്ത്രവാദ കൂടോത്ര ക്ഷുദ്രശക്തികളെയെല്ലാം ദൈവം നീക്കിയിട്ട് നിനക്ക് തടസ്സമായി നിൽക്കുന്ന, അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന, നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വഴികളെയും കർത്താവ് നീക്കി അനുഗ്രഹത്തിൻ്റെ ഉറവ് ദൈവം തരും. ഹല്ലേലൂയ. അപ്പം അനന്യാസും സഫീറയും ചെയ്തതുപോലെയുള്ള പാപങ്ങൾ ആമേൻ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഉള്ളത് പറഞ്ഞാൽ അനന്യാസും സഫീറയും ചെയ്ത് മോഷണമാണല്ലോ. ആരെയാണ് മോഷ്ടിച്ചത്? ആമേൻ ദൈവത്തെയാണ് മോഷ്ടിച്ചത്. ആമേൻ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ അതിൽ നിന്ന് അപകരിച്ചെടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ മോഷ്ടിച്ചെടുക്കുന്നത് പോലെ ദൈവിക നന്മയല്ലേ മോഷ്ടിച്ചെടുക്കുന്നത്. അതെന്ത് ചെയ്യും? ശാപമായി മാറും, മരണത്തിലേക്ക് വരെ ചെന്നെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് പകൽ പരിശുദ്ധാത്മാവിന് ആമേൻ നിങ്ങളോട് പറയുന്ന ദൂത്, എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ചിലരിൽ ചില കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനുണ്ട്. ചില കുറവുകൾ നിങ്ങൾ ഏറ്റുപറയാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു വരും. അവൻ നിനക്ക് വേണ്ടി ഉണരുക മാത്രമല്ല, അവൻ നിന്നെ ഉയർത്താൻ തുടങ്ങും. എങ്ങനെയാണ് അവൻ നിങ്ങളെ ഉയർത്തുന്നത്? ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന്, മാലാഖയുടെ പുസ്തകം 3:10 വായിക്കുകയും കാണാൻ കഴിയും. അപ്പം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് എങ്ങനെയാണ്? സ്ഥലം പോരാതെ വരുവോളം ഹല്ലേലൂയ നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ശ്രോതാവേ, നീ ജീവിതത്തിൽ പലവിധമായ കഷ്ടതയിലൂടെ, മരുഭൂമിയുടെ വരൾച്ചയുടെ അനുഭവത്തിലാണോ കടന്നു പോകുന്നത്? ഉയർച്ചയില്ലാതെ, ഒരു നന്മയില്ലാതെ, എന്നും പരാജയങ്ങൾ മാത്രമാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ പരാജയത്തെ വിജയമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അനന്യാസും സഫീറയും ചെയ്തതുപോലെയുള്ള പാപങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ
ഇന്ന് പകൽ അവയോ നേറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തില് അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കാത്തവരാരുമില്ല. എല്ലാവരും നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ വേണ്ടതുപോലെ വളരുവാൻ കഴിയുന്നില്ല, ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. കഷ്ടത മാത്രമാണ്, സങ്കടം മാത്രമാണ്. എന്തെല്ലാം ചെയ്താലും നഷ്ടമാണ്. ബിസിനസ് ചെയ്താൽ നഷ്ടം, ജോലി നഷ്ടം, കൃഷി ചെയ്താൽ നഷ്ടം, എല്ലാത്തിലും നഷ്ടമാണ്. എന്താണെങ്കിൽ നഷ്ടം സംഭവിക്കുന്നത്? എവിടെയാണ് നീ ദൈവത്തോട് വ്യാജം കാണിച്ചത്? ആ വ്യാജത്തെ നീ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. ചിലരൊക്കെ ദൈവസഭയ്ക്ക് സ്വോത്ര കാഴ്ച കൊടുക്കുന്നത് പിറുപിറുത്തുകൊണ്ടാണ്. ദൈവസഭയ്ക്ക് ദശാംശം കൊടുക്കുന്നത് പിറുപിറുത്തുകൊണ്ടാണ്. ദൈവദാസന്മാരെ മാനിക്കുന്നത് പിറുപിറുത്തുകൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ നന്മ തടയും. ഞാൻ ഈ ദൈവവചനം ഇങ്ങനെ ഈ വെയിൽ കൊണ്ട് ഈ കടലോരത്തൂടെ പ്രസംഗിച്ച് നിങ്ങളോട് ദൈവവചനം പറയുമ്പോൾ ഒരു സഹോദരൻ എന്നെ നിരന്തരമായി നിന്ദിക്കുന്നുണ്ട്. നിങ്ങൾ ഞാൻ പ്രസംഗിക്കുന്ന ആ പോസ്റ്റുകളൊക്കെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹം ചോദിക്കും, നിങ്ങൾക്ക് വേല ചെയ്ത് ജീവിക്കത്തില്ലേ, തൊഴിൽ ചെയ്ത് ജീവിക്കത്തില്ലേ, മതം തലയ്ക്ക് പിടിച്ചിട്ട് മനുഷ്യരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ ഒരുപാട് അപമാനിക്കാറുണ്ട്. അപ്പം ഞാൻ അതിനൊന്നും മറുപടി പറയാറില്ല. കാരണം ഞാൻ വലിയ ലോഡിക്കാരനായിരുന്നു, ഒരു കൂപ്പ് പണിക്കാരനായിരുന്നു. അതിൽ നിന്നാണ് കർത്താവ് എനിക്ക് രക്ഷ തന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞതും ദൈവസന്നിധിയിലേക്ക് വന്നതും ഈ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയത്. ഞാൻ ആരുടെയും ഒന്നും ആഗ്രഹിച്ചുകൊണ്ടോ ദിവ്യാഗ്രഹമോ ആരെയും പിടിച്ചു പറിക്കാനോ മോഷ്ടിക്കാനോ ഒന്നും ഉദ്ദേശമല്ല ഞാൻ ഈ വേല ചെയ്യുന്നത്. പാപിയായി ജീവിച്ച എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതം നടന്നു. യേശുവിനുള്ള രക്ഷ വന്നപ്പോൾ എനിക്ക് ലഭിച്ച രക്ഷയുടെ സന്തോഷം, ആ സമാധാനമാണ് ഞാനായിട്ട് എൻ്റെ ജീവിതത്തിൽ വരുത്തിവെച്ച അനവധി പാപങ്ങൾ, ശാപങ്ങൾ അത് നീക്കി കർത്താവിനെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് ഞാൻ ഈ വചനം വിളിച്ചു പറയുന്നത്. ഇതൊരു മതത്തെ ആസ്പദമാക്കി ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ മതത്തിൻ്റെ വിഷം തലയിൽ കയറിയിട്ടുകൊണ്ടോ ആരെയും മതം മാറ്റാനോ ഒന്നും അല്ലിത് പറയുന്നത്. നാം കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഏറെയുണ്ട്. അതിനൊരു മാറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഈ ദൈവവചനം പ്രസംഗം എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനവധി ആളുകളാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് ഹിന്ദുവിനായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും പെന്തക്കോസുകാരനായിരുന്നാലും ആരായിരുന്നാലും ഒരാളൊരു പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ നമ്മളവരെ നിരാകരിക്കാൻ അല്ലെങ്കിൽ നിരസിക്കാൻ പാടില്ല. അവരുടെ കഷ്ടതയിൽ നമ്മളോട് പങ്കുചേർന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ അവരുടെ സങ്കടങ്ങൾ ആരോടും പറയാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് വീർപ്പുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരിക്കാം ഒരു ദൈവോദരം അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് അവർക്കൊരു ആശ്വാസമായി മാറുന്നത്. ചിലപ്പോൾ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ആ കുടുംബത്തിൻ്റെ ബന്ധനം അഴിയാം. അങ്ങനെയൊക്കെ കഴിഞ്ഞ അനവധി സംഭവങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങളും എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി ചില നന്മ ചെയ്യാൻ പോകുകയാണ്. നാളുകളായി നിൻ്റെ തലമുറയെ കെട്ടിയിരിക്കുന്ന, നിൻ്റെ കുടുംബത്തെ കെട്ടിയിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. ചില ദേശത്തിൻ്റെ പോരുകൾ, ചില ദുർഭൂത ശക്തികൾ നീ ഉയരാതെ, നിൻ്റെ കുടുംബം ഉയരാതെ നിന്നെ പരാജയത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങളുണ്ട്. ശരീരത്തെ മുഴുവൻ രോഗം തന്ന് രോഗം കൊണ്ട് ബാധിച്ച് നിന്നെ കിടപ്പിലാക്കുവാൻ, നിന്നെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന ചില ദുഷ്ടശക്തികൾ അതിൻ്റെ കുടുംബത്തിനകത്ത്, നിൻ്റെ ദേശത്ത്, നിൻ്റെ അയൽവാസികളിൽ നിൻ്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരിൽ പോലുമുണ്ട്. അതിൽ നിന്ന് ദൈവം നിനക്കൊരു മോചനം തരാൻ ആഗ്രഹിക്കുക. കുറവുകൾ നീ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നിന്നെ സമൃദ്ധിയോടെ അനുഗ്രഹിച്ച് ദൈവം നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അനന്യാസും സബീരയും ദൈവത്തോട് പരിശുദ്ധാത്മാവോട് വ്യാജം ചെയ്തത് അവർക്ക് മരണത്തിന് കാരണമായെങ്കിൽ ഈ കാലഘട്ടത്തിൽ കർത്താവേ, മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവേ, രഹസ്യമായി മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ അതൊരു ശാപമായി അവരുടെ നന്മയ്ക്ക് അനുഗ്രഹത്തിന് തടസ്സമായി മാറാതെ അവയെ ഏറ്റുപറഞ്ഞ് മാപ്പി ചോദിച്ച് കർത്താവെ, സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും ഈ ജനത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പാപശാപ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ, സകല കെട്ടുകളും പൊട്ടട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.